അഥവാ ഇന്ന് ചിലർ ചെയ്യുന്നത് പോലെ മനസ്സു തോന്നിയ കാര്യം വേറൊരുത്തനോട് ചോദിച്ച് എനിക്കറിയോ അള്ള എങ്ങനെയാണ്, എനിക്കുറപ്പുണ്ടോ പരലോകമുണ്ടോന്ന്, എനിക്കുറപ്പുണ്ടോ ഖബറിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് ചോദിക്കുന്നില്ല എങ്കിൽ ഔ തഅമലു ബിഹി, അതുമായിട്ട് ജനങ്ങൾക്കിടയിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങാത്തവനാണെങ്കിൽ തീർച്ചയായും അത്തരക്കാർക്ക് ഞാൻ പുറത്തു കൊടുക്കുമെന്നും മാപ്പുണ്ടാകുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി തന്നു. ഇത് പല കാര്യത്തിലും വസ്വാസ് ആളുകളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുകയാണ്. കുളിക്കുന്ന വിഷയത്തിൽ പിശാചുക്കൾ വസ്വാസ് ഉണ്ടാക്കും. ഒരു ടാങ്ക് വെള്ളമെടുത്ത് കുളിച്ചാലും ഓന് കുളി ശരിയാവുന്നില്ല. 10 തവണ ഒന്നുമെടുത്താലും ഒന്നു ശരിയാവുന്നില്ല. ഇതിങ്ങനെ ഒന്നിൽ ഉറച്ചു നിന്ന് എനിക്കെന്റെ റബ്ബനോട് നീതിമാനാണെന്നും എന്റെ റബ്ബ് ഒരിക്കലും അന്യായം ചെയ്യില്ലെന്നുമുള്ള വിശ്വാസത്തോടെ ചെയ്ത ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അവൻ അള്ള മാപ്പ് കൊടുക്കും. അല്ലാതെ ആവശ്യമില്ലാതെ ചിന്തിച്ച് വസ്വാസ് കൂടി അവൻ ഏതെങ്കിലും അനർത്ഥത്തിലേക്ക് പോയാൽ അവരോട് ഒരിക്കലും റബ്ബിന് കാരുണ്യം ഉണ്ടാവുകയില്ലെന്നും ഈ ഹദീസിന്റെ നിർവചനത്തിൽ ഉലമാക്കൾ രേഖപ്പെടുത്തി തന്നു. അഥവാ എന്തെങ്കിലും ഒരു വസ്വാസ് മനസ്സ് തോന്നിക്കഴിഞ്ഞാൽ അവര് ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ഒന്ന്, പിശാചിൽ നിന്നും ശരണം തേടിക്കൊണ്ടിരിക്കണം. ഏത് കാര്യം നമ്മളെ മനസ്സ് പിടിവിട്ടിട്ടുണ്ടോ അവിടെ നമ്മൾ ഉടനെ ചോദിച്ചു തുടങ്ങണം, അല്ലാഹുവേ നിന്നിലാണ് എന്റെ ശരണം. ഇന്ന ശൈത്വാന ലക്കും അദുവ്വുൻ, അതിര് കടന്ന ഏത് ചിന്തയിലേക്കും നിങ്ങളെ കൊണ്ടുപോകുന്നത് പിശാച. ഒരിക്കലും റബ്ബ് നിങ്ങളെ മോശപ്പെട്ടൊരു ചിന്തയിലേക്ക് കൊണ്ടുപോകില്ല. അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നവനാ, അവന്റെ മലക്കുകളിലൂടെ നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യുന്നവനാ. മോശപ്പെട്ട ഏതൊരു ചിന്തയിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടോ, ഒരു സിനിമ കാണണം, ഒരു പെണ്ണിനെ കാണണം, ഒന്ന് അവിടെ പോണം, ഒന്ന് വ്യഭിചരിക്കണം, ഒന്ന് ഹായിടണം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇന്ന ശൈത്വാന ലക്കും അദുവ്വുൻ, നിങ്ങളെ ശത്രുവായി പിശാച് നിങ്ങളെ മനസ്സിൽ അഭയം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഫത്തഖിദൂഹു അദുവ്വ, ശത്രുവായിട്ട് നിങ്ങളും അവനെ കാണണം. ഇന്നമാ യദഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിൽ കയറിക്കൂടിയ പിശാച് ഏറ്റവും നിന്ദ്യകരമായ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിച്ചു കളയും. ദുനിയാവിലും കളയും, ആഖിറത്തിലും അവൻ നിങ്ങളെ നശിപ്പിച്ചു കളയുന്ന, നിങ്ങളെ നരകാവകാശിയാക്കി മാറ്റും. അതുകൊണ്ട് റസൂലുള്ളാഹി ഓർമ്മപ്പെടുത്തി, എന്തൊരു അതിരുകടന്ന ചിന്തയിലേക്ക് വന്നാലും അഊദു ബില്ലാഹ്, പടച്ചോനെ എന്നിൽ ശരണം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അല്ലാഹുവേ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു റബ്ബേ. ആ ചരിത്രത്തിന്റെ നിർവചനത്തിൽ രേഖപ്പെടുത്തി, ഒരു കുഞ്ഞ് ഭയപ്പെട്ടൊരു മൃഗത്തെ കണ്ട് തിരിച്ചോടി മാതാവിന്റെ 2 കാലിന്റെ ഇടയിൽ വന്ന് കാൽഭാഗം കെട്ടിപ്പിടിച്ച് അണച്ചുകൂട്ടി ആ മുഖം ഉമ്മയുടെ കാലിൽ മുഖം മറച്ചിരിക്കുന്ന ഒരു നിപ്പുണ്ടല്ലോ, ആ മനസ്സായിരിക്കണം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുന്ന സമയത്ത് ഒരു പിശാചിൽ നിന്നും നമ്മളെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഭയം അഥവാ ചിന്ത, ഒരിക്കലും ശൈത്താന്റെ വഴിയിലേക്ക് ഞാനില്ല എന്നൊരു ചിന്ത. രണ്ടാമതായി, വസ്വാസ് മനസ്സ് തോന്നുന്നുണ്ടെങ്കിൽ നിരന്തരം ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഖുൽ, നബിയെ അവരോട് പറയണം, അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ശൈത്താന്റെ മക്കൾ മനസ്സിൽ കയറിക്കൂടി ഞങ്ങളെ പിഴവിലാക്കുന്നതിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ റബ്ബേ എന്ന്. ഇവിടെ എന്തിനാ മനുഷ്യരിൽപ്പെട്ടവൻ പിശാച് വർഗത്തിൽപ്പെട്ടവനും മനുഷ്യരിൽപ്പെട്ടവനും ഉണ്ട് എന്ന് രേഖപ്പെടുത്താനുള്ള കാരണം, ചിലർക്ക് വസ്വാസ് ഉള്ളിലല്ല ഉണ്ടാവുക, പുറത്ത് ചിലരിങ്ങനെ ചോണ്ടിക്കൊണ്ടിരിക്കും, ഇണ്ട് ഞാനുണ്ട്, ഈ പോരാണെ ഞാനുണ്ട്, ഉണ്ടെങ്കിൽ ഞാൻ ഒപ്പരുണ്ടാവും എന്ന് പ്രേരണ നൽകുന്ന ആ പിശാചുക്കളിൽ നിന്നും നിങ്ങൾ ശരണം തേടിക്കൊണ്ടിരിക്കണം. മൂന്നാമതായി, ഹൃദയത്തെ നല്ല ചിന്തകളിലൂടെ റബ്ബ് തന്ന നിഅമത്തുകൾ ഓർത്ത് ആ നിഅമത്തുകൾ ആലോചിച്ച് നല്ല ചിന്തകളിലൂടെ മനസ്സിനെ പാകപ്പെടുത്തണം. അവിടെയാ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്, ലഇൻ ശകർതും ലഅസീദന്നകും, തീർച്ചയായും നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനത് വർദ്ധിപ്പിച്ചു തരും. അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് ഈ ഒരു വാക്കിനെ തെറ്റിദ്ധരിച്ചവരുണ്ട് മുസ്ലിം സമൂഹത്തിൽ കൂടുതലും. ഒരു പ്രഭാഷകൻ പറഞ്ഞതിന്റെ പേരിൽ ലഇൻ ശകർതും ലഅസീദന്നകും എന്ന ആയത്ത് എഴുതി വെക്കേണ്ടത് നാട്ടുകാരെ കാണിക്കാനല്ല, പിൻഭാഗത്തല്ല. എനിക്കെന്റെ റബ്ബ് തന്ന നിഅമത്തിന്റെ മുൻപിൽ ഇതെന്റെ റബ്ബ് എനിക്ക് തന്നതാണ് എന്ന് എഴുതി വെക്കണം.
നിർബന്ധിതാവസ്ഥയിലുമല്ല. അങ്ങനെ എഴുതി വെക്കാൻ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല. പല്ലികൾക്ക് മുട്ടയിടാനും അതല്ലെങ്കിൽ ചലന്തികൾക്ക് മാറാല കെട്ടാനും മറ്റേതെങ്കിലും അനാദരവും അതവുമില്ലാത്ത നിലക്ക് നിങ്ങൾ ആ ആയത്തിനെ അള്ളാഹുവിന്റെ മുൻപിൽ ശൈത്താനുകൾക്ക് പരിഹസിക്കാൻ വിട്ടുകൊടുക്കരുത് എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയതായിട്ട് കാണാം. അഥവാ ഒരു വാക്കിന്റെ പേരിൽ സർവ്വ കാറിന്റെ പിന്നിലും ബസിന്റെ പിന്നിലും ലൈൻ ശകർത്തും ലഅസീദന്നകും, കാക്കക്ക് കാഷ്ടിക്കാൻ, പൊടി പൊളരാൻ, അതല്ലെങ്കിൽ അതുമായിട്ട് സിനിമാ ഹാളിൽ പാർക്കിംഗ് കൊണ്ടുവച്ചിടാൻ, അതിനല്ല ഈ പറഞ്ഞ ഉദ്ദേശം. മറിച്ച് ഏത് നിഅമത്ത് കിട്ടുന്ന സമയത്തും നമ്മളെ മനസ്സിലങ്ങ് ആലോചിച്ചേക്കണം, ലഇൻ, തീർച്ചയായും പടച്ചോനെ എനിക്ക് നിന്നി തന്ന നിഅമത്ത് നീ വിചാരിച്ചാൽ എടുക്കാൻ പറ്റും, അതെനിക്ക് ദീർഘിപ്പിച്ചു തരാനും പറ്റും. ആ ഒരു മനസ്സുണ്ടാവണം എന്നേ ആ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. കാണുന്ന സർവ്വഭാഗത്തും നാട്ടുകാരെ കാണിക്കാൻ എഴുതി വെച്ച് ഇതെനിക്കിഞ്ച പടച്ചോൻ തന്നതാ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനല്ല, അള്ളാഹുവിന്റെ മുൻപിൽ വിനീത വിധേയരായി പടച്ചോനോട് പറയണം, നിന്റെ നന്മയുള്ള ചിന്തകളെ കൊണ്ട് മനസ്സിനെ പാകപ്പെടുത്താൻ. ഇതൊക്കെ മനസ്സിലുണ്ടാകുമ്പോ ആ മനസ്സ് തീർച്ചയായും അള്ളാന്റെ ബർക്കത്ത് നിറയും, റഹ്മത്ത് നിറയും, അള്ളാഹുവിന്റെ കാവലുണ്ടാകും. അതിനു പകരം വേണ്ടതും വേണ്ടാത്തതും ചിന്തിച്ചുകൂട്ടി എന്ത് ചെയ്താലും വസ്വാസ് ഉണ്ടാക്കി, ഏത് നല്ല കാര്യത്തിനും കുത്തിത്തിരിപ്പുണ്ടാക്കി, ആരെന്തു പറഞ്ഞാലും കേൾക്കാതെ അതൊക്കെ ഒരു ദീനായി കൊണ്ടടക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ യാത്ര പിശാച് പേപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം. അവിടെ നിന്ന് ശൈത്താനിൽ നിന്ന് കാവല് ചോദിച്ച് റബ്ബിന്റെ വഴിയിലേക്ക് മാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ചിന്തിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹൃദയശക്തിയോടുകൂടി ഇബാദത്ത് ചെയ്യുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഉസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുത് എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അമിതമായ ചിന്തകളിലൂടെ മനുഷ്യൻ കടന്നുപോകുമ്പോൾ ചില ആളുകളെയെങ്കിലും മാനസികമായി അത് തകർക്കുകയും അവനൊരു വലിയ മാനസിക രോഗിയായി മാറുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ പഠിപ്പിച്ചതും നിങ്ങൾ ഒരിക്കലും കസറത്തു സുആൽ, അനാവശ്യമായ ചോദ്യങ്ങൾക്ക് പിന്നാലെ ചോദിച്ചു പോകരുത്. ആവശ്യമില്ലാത്ത ചിന്തകൾക്ക് പിന്നാലെ നിങ്ങൾ ഓടരുത്. നിങ്ങളൊരു നല്ല മനുഷ്യനാവണം, നല്ലൊരു വിശ്വാസിയാവണം, ജീവിതം കൊണ്ട് മറ്റുള്ളവർക്കും സ്വന്തത്തിനും ഒരു വെളിച്ചമാകണം എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾക്ക് അള്ളാഹുവിന്റെ ദീന് ഏറെ മതിയാകുന്നതാണ്. കാരണം അള്ളാഹുവിന്റെ ദീനിൽ ഒരു മനുഷ്യനെ മൃഗമാക്കുന്നതൊന്നുമില്ല. അള്ളാഹുവിന്റെ ദീനിൽ ഒരു മനുഷ്യനെ തോന്നിവാസിയാക്കുന്നതൊന്നുമില്ല. ചൂഷണം ചെയ്യപ്പെടുന്നതോ മറ്റൊരാളെ ചൂഷണം ചെയ്യേണ്ടതോ ജീവിതം വെറുതെ കുടിച്ചും രമിച്ചും ആസ്വദിച്ചും തീർക്കേണ്ടതോ ഇത് പരിചയപ്പെടുത്തലൊന്നും അള്ളാഹുവിന്റെ മതത്തിലില്ല. റബ്ബ് പഠിപ്പിച്ചത് എത്രത്തോളം എന്ന് ചോദിച്ചാൽ ആരോഗ്യപരമായ കാര്യത്തിൽ പോലും ഇസ്ലാം കൃത്യമായൊരു നിർദ്ദേശം വെച്ചു, നിങ്ങൾ 1/3 ഭക്ഷിക്കാവൂ. ആ ഭക്ഷണ രീതി നമ്മൾ കൃത്യമായി പാലിച്ചിരുന്നെങ്കിൽ നമ്മളിൽ ഒരാൾക്കും ഒരു പക്ഷെ ഇന്ന് നേരിടുന്ന പല അസുഖങ്ങളും അനുഭവിക്കേണ്ടിയും വരില്ലായിരുന്നു. അതിനർത്ഥം ഒരു മതം ഒരിക്കലും ഒരു മനുഷ്യനെ തകർക്കാനല്ല, ആ മനുഷ്യനെ ജീവിതത്തിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. ആ വെളിച്ചം ഊതിക്കെടുത്താൻ ആഗ്രഹിക്കുന്നവരാണ് നിരീശ്വരവാദ, യുക്തിവാദ, ലിബറൽ വാദികളായ പ്രസ്ഥാനക്കാര്. അതുകൊണ്ട് തന്നെ അത്തരക്കാരിൽ നിന്ന് നമ്മളെ മക്കളെയും സമൂഹത്തെയും കാത്തുരക്ഷിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും ബാധ്യതയാണ്. സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, അങ്ങനെ മാനസിക വൈകല്യം ബാധിച്ച് ഭ്രാന്തമായ അവസ്ഥയിലൂടെ ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. രാവോ പകല് മാറി വരുന്നത് അറിയാത്തവര്, ഭക്ഷണം വേണമെന്ന് സംസാരിക്കാൻ
അങ്ങേയറ്റം ദുർഗന്ധം വമിപ്പിക്കുന്ന രീതിയിൽ ജീവിക്കുന്നവര്, കുഷ്ഠരോഗികളായിട്ടും അല്ലാതെയും മാറിക്കൊണ്ടിരിക്കുന്നവര്, ഇവരെയൊക്കെ സംരക്ഷിക്കാൻ പല കുടുംബത്തിലും പലർക്കും സാധിക്കാറില്ല. കാരണം ഭ്രാന്തൻ ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്നതോടുകൂടി ആ കുടുംബക്കാർക്ക് പിന്നീട് അതൊരു വെറുപ്പായി മാറുന്നു. അവൻ ധരിക്കുന്ന വസ്ത്രം ദിവസം 5ഉം 6ഉം തവണ മാറ്റേണ്ടി വരുന്നു. വിസർജ്യം വാരി ശരീരത്തിന്റെ പല ഭാഗത്തും പുരട്ടുന്നു. പിന്നീട് എളുപ്പം ആളുകൾ കണ്ടെത്തുന്നത് അത്തരക്കാരെ സഹായിക്കുന്ന സ്ഥാപനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. 100 കണക്കിന് ഇത്തരത്തിലുള്ള രോഗികളെ സഹായിക്കുന്ന ഒരു സ്ഥാപനം ഇന്ന് ഈ പള്ളിയിൽ ഒരു സഹായം ചോദിച്ചെത്തിയിട്ടുണ്ട്. 100 കണക്കിന് ബുദ്ധിമാന്ദ്യം സംഭവിച്ചവര്, ഓട്ടിസം ബാധിച്ചവര്, കുഷ്ഠരോഗികളായ ആളുകള്, നിരവധി പ്രയാസപ്പെടുന്ന വ്യക്തികള്, ശരീരത്തിലേക്കുള്ള വസ്ത്രം 5ഉം 6ഉം തവണ മാറ്റേണ്ടി വരുമ്പോ ഇന്നവരാഗ്രഹിക്കുന്നത് ഒരു വാഷിംഗ് മെഷീൻ കൊണ്ട് അലക്കാൻ പറ്റാവുന്ന അത്ര സാധ്യമാകാത്തത് കൊണ്ട് വലിയൊരു ലൗണ്ടറിയിൽ മുഴുവൻ വസ്ത്രങ്ങൾ ഒരുമിച്ച് അലക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ഒരു സംവിധാനം അവര് മുന്നിൽ ലക്ഷ്യം വെക്കുകയും അതിനൊരു സഹായം ചോദിച്ച് ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സാധിക്കുന്ന ആളുകള് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒന്ന് മുൻപോട്ട് വന്ന് സാധ്യമാകുന്ന സഹായം ചെയ്തു കൊടുക്കണം എന്നും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും നമുക്ക് നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്ന ഒരു സ്വാലിഹായ അമലായി അള്ളാഹു നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും സമാധാനവും സന്തോഷവും നൽകി അള്ളാഹു കാരുണ്യം കാണിക്കുമാറാകട്ടെ. റബ്ബെ, അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് നാഥ. എല്ലാ പാപങ്ങളും പുറത്ത് നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. അള്ളാഹുവെ, മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് റബ്ബെ. മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ നാഥ. ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും മാനസിക പ്രയാസത്തിലും ജീവിക്കുന്നവര് ഞങ്ങളെ കൂട്ടത്തിലുണ്ട് റബ്ബെ. എല്ലാം നല്ല നിലക്കായി ആഫിയത്തോടെ ദീർഘായുസ്സോടെ ഇസ്സത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ നാഥ. മരിച്ചുപോയ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ എല്ലാവരുടെയും കബറിടം നീ വിശാലമാക്കുകയും ആ സ്വർഗ കവാടം കൊണ്ട് ഖബറിനെ നീ ധന്യമാക്കി കൊടുക്കുകയും ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാളിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബെ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട്. ഏറെ പ്രിയപ്പെട്ട സുഹൃത്ത് ഉസ്മാൻ കോയ സാഹിബ് അടക്കം നിന്റെ വിളിക്കുത്തരം നൽകി നിന്നിലേക്ക് മടങ്ങിയിട്ടുണ്ട് നാഥ. കബറിടം വിശാലമാക്കി കൊടുക്കുകയും പാപങ്ങളെല്ലാം പുറത്ത് നിന്റെ സ്വർഗത്തിൽ ഈ ഒരുമിച്ച് കൂടിയതിനേക്കാൾ മനോഹരമായി നിന്റെ സ്വർഗത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ നാഥ. കടബാധ്യതയിൽപ്പെട്ട് മനസ്സ് വേദനിക്കുന്നവരുണ്ട്, സാമ്പത്തിക രംഗത്ത് തിന്മകളിൽ പെട്ടുപോയവരുണ്ട്, ഹറാമ് പോലെയുള്ള ലോണ് പോലെയുള്ള സംവിധാനത്തിൽ പെട്ടുപോയവരുണ്ട്. എല്ലാം മാറി ഹലാലായ ഒരു സമ്പാദ്യത്തോടെ എല്ലാ ബാധ്യതകളും തീർത്തു മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ നാഥ. ഗസയിലടക്കം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രയാസങ്ങളും എളുപ്പം മാറ്റി ശാന്തിയും സമാധാനവും നൽകി ഓരോ രാജ്യത്തോടും നീ കാരുണ്യം കാണിക്കണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.